ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബാംഗിളും അതുപോലെ തന്നെ 2 മോതിരമാണ് ചെയ്യുന്നത്. ഒരെണ്ണം ബാംഗിൾ സെറ്റ് മോതിരം, പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു മോതിരം കേട്ടോ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കമ്പിവള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഐ ബീഡാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഈ ഐ ബീഡാണ്. പിന്നെ ഒരു കുറച്ചും കൂടി കനം കുറഞ്ഞ ഒരു കമ്പിവള എടുത്തിട്ടുണ്ട് മോതിരം ചെയ്യാനായിട്ട്. രണ്ടും 2 കട്ടിയാണ്. ഈ വള നമുക്ക് ഇങ്ങനെയായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ മോൾക്ക് സെറ്റായിട്ട് വള വാങ്ങിച്ചാലുണ്ടായിരുന്നതാണ്. 2 സൈഡിലിട്ടിരുന്ന വളയാണ്. അപ്പോൾ അതെടുത്തിട്ട് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഐ ബീഡ് ഒന്ന് ഇതിലേക്ക് കോർത്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ടൈപ്പ് ഏത് ബീഡ് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഭംഗി നമുക്ക് വേറെ കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നല്ല പ്ലെയർ വേണം. നല്ല കട്ടിയുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ പ്ലെയർ കൊണ്ട് നമുക്ക് പറ്റില്ല കേട്ടോ. പിന്നെ ഇതിന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഡ് അതിൽ കയറുമെന്ന് നോക്കണം ആദ്യം തന്നെ. ചില ബീഡിന് ഹോള് കുറവായിരിക്കും. അപ്പോൾ ഈ ബീഡ് ജസ്റ്റ് നമുക്കിതുപോലെ വച്ചു കൊടുക്കാൻ പറ്റും. നന്നായിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അത് ഊരി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഒന്ന് ചെരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക ചെറുതായിട്ട്. അപ്പോൾ അവിടെ മൊന കൂർത്ത് വരും. അപ്പോൾ നമുക്ക് ബീഡ് കയറ്റാൻ സുഖമായിരിക്കും. ജസ്റ്റ് ഒന്ന് കയറി നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ബീഡ്സ് കുറച്ച് വലിയ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് അതിലേക്ക് കയറ്റി വെച്ചാൽ മതിയോ. അപ്പോൾ നമ്മൾ 2 സൈഡിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്ലെയർ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ള പ്ലെയർ തന്നെ വേണം. ഇത് നല്ല കട്ടിയുള്ള കമ്പി വളയാണ്. ഇപ്പോൾ ഈ ഒരു വളയില്ലെങ്കിലും നിങ്ങൾക്ക് പ്ലെയിൻ വളകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഒരു വളയ്ക്കാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു വളയുടെ ഫിനിഷിങ് കിട്ടുന്നത് ഈ ഒരു വളയ്ക്കാണ്. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തിട്ട് ഇതുമ്പോൾ വേണമെങ്കിൽ പ്ലെയിൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റോൺ ചെയിൻ ഒരു ലെയർ ഒട്ടിച്ച് കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിലും ഭംഗി എനിക്ക് ഇങ്ങനെയാണ്. ഈ ഒരൊറ്റ പ്ലെയിൻ വളയിൽ ഈ ഒരു ബീഡ് കോർത്ത് കൊടുക്കുന്നതാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ലെവൽ ചെയ്ത് നോക്കാം. ഞാൻ ഒന്നും കൂടി എനിക്കൊരു സൈഡും കൂടി ലെവൽ ചെയ്യാനുണ്ടായിരുന്നു. 2 സൈഡും അത് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഇത്ര ബുദ്ധിമുട്ടില്ല ഇത് കട്ട് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൻ്റെ ഷോൾഡർ ചെറുതായിട്ടൊന്ന് ഉളുക്കിയിരിക്കുകയായിരുന്നു. അത് കാരണം എനിക്ക് വലത്തെ കൈ കൊണ്ട് ഫുള്ളായിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 2 കൈയും വെച്ച് പ്രസ് ചെയ്തത്. നിങ്ങൾ കാണുമ്പോൾ ഇത്ര അധികം കട്ടിയുണ്ടോയെന്ന് തോന്നും. കട്ടിയുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. എനിക്ക് വലത്തെ കൈ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ 2 കൈയും വെച്ച് കട്ട് ചെയ്യുന്നത്. ബീഡിൻ്റെ സൈസ് ചെറുതായതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ലെവലാവാനുണ്ടായിരുന്നു. 2 സൈഡിലും ഓരോ സൈഡേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇനി 2 സൈഡും ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം. B7000 ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലൂ. നല്ല ഗ്ലൂ ആണ്. നമുക്കത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിട്ടു പോരില്ല. ഒട്ടിക്കഴിഞ്ഞാൽ കുറേ ടൈം നമ്മൾ ഉണങ്ങാനായിട്ട് വെക്കണം എന്ന് മാത്രം. അപ്പോൾ മോളുടെ വളയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, പക്ഷേ മോൾക്ക് കുറച്ച് ലൂസാണ് ഈ വള. അപ്പോൾ ഞാനിതിങ്ങനെ അവൾ ഇടാണ്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാൾ. ഭയങ്കര ലൂസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ള വളയൊക്കെ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അവൾ അങ്ങനെ ഇടാണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ ഇതൊന്ന് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ലൂസാണ് ആൾക്കത്, പക്ഷേ ആൾക്ക് ഇട്ടുകൊണ്ട് നടക്കും. നല്ല ഇഷ്ടമായി. ഇതിൻ്റെ ഫിനിഷിങ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അത് ആൾക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ സൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നല്ല പോലെ എരപ്പ് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. കാറ്റും അതെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എല്ലായിടത്തും മഴയും വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ സേഫാണ്. നിങ്ങൾ അതേപോലെ സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വള സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഈ ടൈപ്പ് വളകൾ വാങ്ങിക്കും അല്ലേ. ഈ ഐബോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറെ ബീഡ്സ് ഇട്ടിട്ട് അതേ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മാച്ചായിട്ടൊരു മോതിരം കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ വേറൊരു കമ്പിവളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനി നല്ലപോലെ ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കാം. ആ കമ്പിവള നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കണം മോതിരത്തിന് റൗണ്ടാക്കുന്ന ഒരു ടൈപ്പ് അതിനെ പറയാതെ എനിക്കറിയില്ല. അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്കതൊന്നും വാങ്ങിക്കാനോ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് വളച്ചെടുക്കുക. അതിന് ശേഷം ആദ്യം നമ്മൾ വള ചെയ്ത പോലെ തന്നെ ആ ബീഡൊന്ന് കോർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പൊന്ന് റെഡിയാക്കി കൊടുക്കേണ്ടി വരും. കാരണം മോതിരത്തിനെന്ന് പറയുമ്പോൾ കുറച്ച് സൈസ് കുറവാണല്ലോ. അപ്പോൾ നമ്മൾ വള ചെയ്ത പോലെ 2 സൈഡ് കട്ട് ചെയ്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് നമ്മൾ ലെവലാക്കിയിട്ടൊന്ന് കയറ്റി കൊടുക്കാം. ഇതിനും ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇത് വള കുറച്ച് കനം കുറഞ്ഞ കാരണം എനിക്ക് ഗ്ലൂവിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഇത് തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഇതേ മോതിരം അതേപോലെ തന്നെ വള ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മോളുടെ കയ്യിൽ ഇട്ടിട്ട് ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. വേണ്ട മോതിരം സെറ്റായതാണ് ഇങ്ങനെയാണ്. അപ്പോൾ വളയും മോതിരം വരുന്നത്. ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് മോളുടെ കയ്യിൽ ഇട്ടിട്ട് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ വള കുറച്ച് ലൂസാണ്, പക്ഷേ കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ വള വന്നപ്പോൾ കയ്യിനൊരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് അല്ലേ. നിങ്ങൾ കമൻറ്റ് പറയണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. കയ്യിലിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അത് 2 സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മോതിരം നോക്കാം. അപ്പോൾ ഈ ഒരു മോതിരം ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ കരിമണിയുടെ മാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സൈഡ് റിങ്ങും, പിന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഗുങ്കുരൂസ് കിട്ടും. അപ്പോൾ അത് ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ കരിമണിയുടെ ചെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേൾ ചെയിൻ വാങ്ങിക്കാൻ കിട്ടും.
അതായാലും മതി, വൈറ്റും ഗോൾഡും കൂടിയിട്ട് അതായാലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മാല ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ മാല. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കണ്ട ലോക്കറ്റ് ഇടുന്ന ആ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ അളവെടുത്ത് കട്ട് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഗുങ്കുരൂസ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിരലിൻ്റെ അളവ് കറക്റ്റായിട്ട് നോക്കിയെടുക്കുക. ലേശം ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക, കറക്റ്റ് ടൈറ്റിൽ എടുക്കരുത്. കാരണം നമുക്ക് കൈമഴിക്ക് കയറ്റിയിടുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ലൂസിൽ നോക്കിയിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സെൻറ്ററിലെ പോർഷൻ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാല കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗുങ്കുരൂസ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡ് നമുക്ക് ഒരു കമ്പി വെച്ചും കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സെൻറ്റർ ടൈപ്പാണ് എടുക്കുന്നത്. സെൻറ്ററിൽ ആ ഒരു ചെയിൻ്റെ സൈഡ് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോപ്പർ വയർ വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഫ്യൂസ് സ്റ്റാർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും കണക്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഫ്യൂസ് സ്റ്റാർ ഗോൾഡൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോപ്പർ വയർ എടുത്തത്. കോപ്പർ വയർ കനം കുറഞ്ഞത് എടുക്കണം. കട്ടിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ കയ്യുമ്മ കൊള്ളും അത്. അപ്പോൾ അതുകൊണ്ട് കനം കുറഞ്ഞ ഫ്യൂസ് സ്റ്റാർ അല്ല, കോപ്പർ വയർ എടുക്കുക. അതിന് ശേഷം എന്താ ഇതിൻ്റെ സൈഡിലൂടെ, രണ്ട് സൈഡിലൂടെ നമുക്ക് കോർത്തെടുത്ത് അതിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മളിങ്ങനെ കോർത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിൽ ഒന്ന് കോർത്ത് കൊടുക്കുക. ഒരു കമ്പി തന്നെ കോർത്താൽ മതി കേട്ടോ, രണ്ട് കമ്പി കൂടി കോർക്കണമെന്നില്ല, അപ്പോൾ കട്ടി കൂടും. അപ്പോൾ ഒരു സൈഡിൽ ഒരു കമ്പി കോർത്തിട്ട് ഒരു കമ്പി അപ്പുറത്തെ സൈഡിൽ കൂടെ അതുപോലെ തന്നെ കോർത്ത് വലിച്ചെടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കെട്ട് പോലെ അടിയിലേക്ക് കൊടുത്ത് നമുക്കൊന്ന് എടുക്കണം, ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ച് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് പ്ലെയർ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അവിടെ ടൈറ്റ് ആവും. ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട് അടിയിലൂടെ മുകളിലേക്ക് എടുത്ത് അവിടെ പിരിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഒരുപാട് ഇങ്ങനെ തിരിച്ചു വെക്കരുത്, കട്ടി കൂട്ടരുത്. അവിടെ നമ്മുടെ കയ്യും ഇടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ തിരിക്കരുത്. ഇതുപോലെ ഒന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് കമ്പിയും കൂടി പിരിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇന്നിപ്പോൾ മഴയായ കാരണം ഞങ്ങളുടെ ഇവിടെ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് ജില്ലകളിൽ മുടക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ സൗണ്ടും മഴയുടെ സൗണ്ടും ഒക്കെ ഇന്ന് വോയിസിൽ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്കറിയാലോ, കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ബഹളവും ഒക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ മഴയും, അങ്ങനെ ആകെ ബഹളമാണ് ഇന്നത്തെ വോയിസ് കൊടുക്കൽ കേട്ടോ. അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൈമ കൊള്ളാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇട്ട് നോക്കണം നമ്മുടെ കൈമ കറക്റ്റ് അല്ലേന്ന്. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഗുങ്കുരൂസ് കോർത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ ഗുങ്കുരൂസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് റിങ് എടുത്തിരിക്കുന്നത്. സൈഡ് റിങ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തിയതിന് ശേഷം അതിൽ ഗുങ്കുരൂസ് കോർത്ത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ ലോക്കറ്റ് ഇടുന്ന ആ ഒരു പോർഷനിലേക്ക് ഇട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഗുങ്കുരൂസ് വേണമെന്ന് നോക്കിയിട്ട് ഇടാം. 3, 4, 5 നമുക്കതിൽ എത്ര എണ്ണം കൊള്ളും അതിനനുസരിച്ച് ഇടാം. വല്ലാതെ നിറച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് അതിന് രണ്ടറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഫിക്സായിട്ട് നിന്നോളും. ഇത്തിരി കൂടുതൽ ഗുങ്കുരൂസ് ഇടുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മോതിരം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വളയും മോതിരം കൂടി ചെയ്ത സെറ്റാണോ അതോ ഈ ഒരു കരിമണിയുടെ മോതിരം ചെയ്തതാണോ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ ആക്സസറീസിൻ്റെയും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പോയി കണ്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ മോഡൽസൊക്കെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീടുകളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.